മറ്റേ വിളിച്ചോ. അമ്മേനെ കിട്ടിട്ട് ഉണ്ടാക്കി ഇട്ടേച്ചു. അത് നോക്കിയേക്കണോട്ടോ, നോക്കിയേക്കണോട്ടോ. ഞാനത് ഇങ്ങോട്ട് ഓടിച്ചു വന്ന പിന്നെ കണ്ണാടി ഊരി വെച്ചില്ലല്ലോ എന്ന് ഓർത്തു. കണ്ണാടി നൈറ്റ് ഡ്രൈവിങ്ങിൽ അസൗകര്യമാണ്. അല്ലെങ്കിൽ പിന്നെ ആ ആൻറ്റി ഗ്ലെയർ ഉള്ള ടൈപ്പ് വല്ല ഗ്ലാസ് ആയിരിക്കും. അങ്ങനെയുള്ള ഗ്ലാസ് ഉണ്ടെന്നാവും. അങ്ങനെ എന്തെങ്കിലും ഗ്ലാസ് ആയിരിക്കും. ഈ കാറിലും ആൻറ്റി ഗ്ലെയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൗകര്യമായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയിട്ട് ചില വില കൂടിയ കാറുകളിൽ കാണുമായിരിക്കും ആൻറ്റി ഗ്ലെയർ ഉള്ള ഗ്ലാസ് ആയിരിക്കും. കുഴപ്പമുണ്ടായില്ല അല്ലേ? ഇവിടെ കൊണ്ടുവന്ന ആളുകൾക്ക് ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്താൽ എന്ത് കുഴപ്പമാണ് പറ്റുന്നതെന്ന് അറിയില്ല. ആ വഴിയെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് വെച്ച് എന്നാൽ പിന്നെ അങ്ങനെയുള്ളവർ വല്ല ബൈക്കിലും വന്ന് പാർക്ക് സാധനം മേടിച്ചുകൊണ്ടുണ്ടെങ്കിൽ കോലഞ്ചേരിയിൽ. കാറിൽ കോലഞ്ചേരിയിൽ വരുകയും വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പാർക്ക് ചെയ്യുകയില്ല. ആ വഴി മുഴുവൻ ബ്ലോക്ക് ചെയ്ത് അവിടെ ഇവിടെ പാർക്ക് ചെയ്തില്ല. നല്ല വഴിക്കടെ ആരെങ്കിലും നടന്നുകൊണ്ടെങ്കിൽ കാണാനായിട്ട്. സൈഡിൽ കൂടെയുള്ള ബൈപ്പാസഞ്ചേഴ്സിനെ കാണാൻ എപ്പോഴും നല്ലത് ബ്രൈറ്റാണ്. ഡിമിട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കിട്ടില്ല. നമ്മൾ കറുത്ത ഷർട്ടും കറുത്ത പാൻസും ഒക്കെ ഇട്ട് ആരെങ്കിലും പോകണമെങ്കിൽ ഡിമ്മിൻ്റെ വ്യൂ കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. അതിന് റൈറ്റാകുമ്പോൾ കുറച്ചും കൂടെ ലെങ്ത്തിൽ വ്യൂ കിട്ടും. അന്നേരം ഓപ്പോസിറ്റ് തന്നെയാണ് ബുദ്ധിമുട്ടാണ്. റൈറ്റ് ഓപ്പോസിറ്റ് തന്നെ വണ്ടി വരുമ്പോൾ ഡിം ചെയ്ത് കൊടുക്കണ്ട. ഇവിടെ എന്തായിരുന്നു ബ്ലോക്ക്? നിങ്ങളുടെ കൂടെയുള്ള 2 വണ്ടിയും പോയല്ലോ. ഒരുമിച്ച് തന്നെ വണ്ടികളില്ലേ? അവർ 7 മണിക്ക് മുമ്പേ പോയി എല്ലാവരും. നീ 6:30 വിളിച്ചോണ്ട് ഞാൻ വിചാരിച്ചു 7 മണിക്ക് വരെയായിരിക്കും. അവര് സമയത്തിന് പോയി, 2 വണ്ടിയും പോയി. അത് 7 മണി സമയമായപ്പോഴത്തേന് 2 ബസ്സായിരുന്നു. അല്ല പോയായിരുന്നു.
അത് കഴിഞ്ഞാൽ നിൻ്റെ കോള് വന്നത്. അപ്പം നീ അപ്പം ചൂണ്ടിയില്ല എത്തിയിട്ടുള്ളൂ എന്നാണ്. ചൂണ്ടിയിൽ തന്നെയാണ് അവിടെ വഴിയുടെ വർക്കാണോ നടക്കുന്നത്? ബ്ലോക്ക് ചെയ്തേക്കണാണോ വഴി? ബ്ലോക്ക് അവന്മാരപ്പോൾ ബ്ലോക്ക് ചെയ്യണമായിരിക്കും. വഴി നടക്കണ്ട, അവിടെ ഇവിടെയൊക്കെ ബ്ലോക്കിംഗ് ഉണ്ട്. നമ്മളിന്നാൾ പോയപ്പോൾ കണ്ടതല്ലേ സ്കൂട്ടർ